ഇന്ത്യയുടെ വ്യോമശേഷിയെ പുതിയ തലത്തിലേക്ക് ഉയർത്താൻ സാധ്യതയുള്ള നിർണായക നിർദ്ദേശവുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രംഗത്ത്. റഷ്യയുടെ അത്യാധുനിക 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനമായ സുഖോയ് Su-57 ഇന്ത്യക്ക് നൽകാൻ തയ്യാറാണ് എന്നും ഇന്ത്യയിൽ സംയുക്തമായി നിർമ്മിക്കുന്നതിനും നിർണായക സാങ്കേതിക വിദ്യകൾ കൈമാറുന്നതിനും റഷ്യ സന്നദ്ധമാണ് എന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. വാർത്താ ഏജൻസികളോട് സംസാരിക്കവെയാണ് ഈ സുപ്രധാന നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പ്രധാന സഹകരണത്തിന്റെ ഭാഗമായി തന്നെ ഇന്ത്യക്ക് വെറും യുദ്ധവിമാനങ്ങൾ വിൽക്കുക മാത്രമായിരിക്കില്ല, നിർമ്മാണത്തിലും സാങ്കേതിക വികസനത്തിലും പങ്കാളിയാകാനാണ് റഷ്യയുടെ നീക്കം എന്നതാണ് വിലയിരുത്തൽ. നിലവിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് 5ാം തലമുറ യുദ്ധവിമാനങ്ങളില്ല. ഇന്ത്യയുടെ സ്വന്തം പദ്ധതിയായ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് വികസന ഘട്ടത്തിലാണ് എന്നും അത് പൂർണ്ണ പ്രവർത്തന സജ്ജമാക്കാൻ ഇനിയും വർഷങ്ങൾ വേണ്ടിവരുമെന്നും അദ്ദേഹം പറയുന്നു. 2030 കൂടിയുള്ള അതിന്റെ മധ്യത്തോട് ചേർന്ന് മാത്രമേ ഈ വിമാനം വ്യോമസേനയിൽ എത്താൻ സാധ്യമാകുകയുള്ളൂ എന്നതാണ് കണക്കാക്കപ്പെടുന്നത്. മാത്രമല്ല, ഈ സാഹചര്യത്തിൽ ഇന്ത്യക്ക് മുന്നിൽ 2 പ്രധാന വഴികളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അമേരിക്കയുടെ ലോക്ക്ഹെഡ് മാർട്ടിൻ F-35 ലൈറ്റനിങ് യുദ്ധവിമാനവും റഷ്യയുടെ Su-57 യുദ്ധവിമാനവുമാണ് പ്രധാന ഓപ്ഷനുകളിൽ ഒന്നായി പറയുന്നത്. ഇതിനിടയിലാണ് സാങ്കേതിക വിദ്യ കൈമാറ്റം ഉൾപ്പെടെയുള്ള വലിയ ഓഫറുമായി ഇപ്പോൾ റഷ്യ രംഗത്ത് വന്നിരിക്കുന്നത്. പ്രതിരോധ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ റഷ്യയുടെ ഈ ഒരു നിർദ്ദേശം സാധാരണ ആയുധ വിൽപ്പന കരാറിന് പുറമേ തന്നെ ആ ഒരു വിമാനത്തിന്റെ നിർമ്മാണം, സാങ്കേതിക വിദ്യ, പരിപാലന സംവിധാനങ്ങൾ, ആയുധ സംയോജനം എന്നിവയിൽ ഇന്ത്യക്ക് കൂടുതൽ സ്വാതന്ത്ര്യം ലഭിക്കാനുള്ള സാധ്യതയാണ് ഇതിലൂടെ തുറക്കുന്നത്. അതേസമയം ഇന്ത്യയുടെ പ്രതിരോധ നയം ഇപ്പോൾ ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സാഹചര്യത്തിൽ സാങ്കേതിക കൈമാറ്റം എത്രത്തോളം ലഭിക്കുമെന്നതാണ് നിർണായക ഘടകം. മാത്രമല്ല, വെറും വാങ്ങൽ കരാറിനേക്കാൾ സംയുക്ത വികസനവും നിർമ്മാണവുമാണ് ഇന്ത്യ കൂടുതൽ പരിഗണനയിലേക്ക് സാധ്യതയുള്ളത്. ഇന്ത്യൻ വ്യോമസേന നേരിടുന്ന പ്രധാന വെല്ലുവിളികളിൽ ഒന്നാണ് 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളുടെ അഭാവം എന്നത്. ചൈന ഇതിനോടകം തന്നെ ചേൻഡു J-20 അവിടെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. പാകിസ്ഥാനും ഭാവിയിൽ പുതിയ തലമുറ യുദ്ധവിമാനങ്ങൾ ആകട്ടെ സ്വന്തമാക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ തീരുമാനം ദക്ഷിണേഷ്യയിലെ തന്നെ വ്യോമശക്തി സമവാക്യത്തെ തന്നെ അവിടെ സ്വാധീനിച്ചേക്കാനും ഇടയുണ്ട്. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് പുതിയ വഴിത്തിരിവാകുമോ ഇതെന്നതാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. Su-57 യുദ്ധവിമാനവും സാങ്കേതിക കൈമാറ്റവും സംയുക്ത നിർമ്മാണവും വാഗ്ദാനം ചെയ്തുകൊണ്ട് റഷ്യ രംഗത്ത് വരികയും അമേരിക്കയുടെ F-35 റഷ്യയുടെ Su-57 അതോ സ്വന്തം രീതിയിലുള്ള പദ്ധതിയോ അത് എന്താണ് അടുത്ത നീക്കം എന്നതാണ് ഇപ്പോൾ എല്ലാം നിർണായകമാകുന്നത്. അതേസമയം ഈ വിമാനം ഇന്ത്യക്ക് നൽകുവാനും ഒരുമിച്ച് വികസിപ്പിക്കുവാനും ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പരിമിതങ്ങളോ ഇല്ല. വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ കാര്യത്തിലും ഇത് അങ്ങനെ തന്നെയായിരിക്കും എന്നതാണ് പുടിൻ പറയുന്നത്. 2018 റഷ്യയുമായി ചേർന്നുള്ള 5ാം തലമുറ യുദ്ധവിമാന പദ്ധതിയിൽ നിന്ന് ഇന്ത്യ പിന്മാറിയിരുന്നു. വിമാനത്തിന്റെ സ്റ്റെൽത്ത് സവിശേഷതകളും സാങ്കേതിക വിദ്യ കൈമാറ്റത്തിലൂടെയുള്ള ആ ഒരു വിയോജിപ്പുകളുമായിരുന്നു അന്ന് ഈ ഒരു പിന്മാറ്റത്തിന് കാരണമായി പറയുന്നത്. എന്നാൽ ഇപ്പോൾ അത്തരം തടസ്സങ്ങളോ അല്ലെങ്കിൽ നിയന്ത്രണങ്ങളോ റഷ്യയുടെ ഭാഗത്തു നിന്നില്ല എന്നതാണ് പുടിൻ വ്യക്തമാക്കുന്നത്. അയൽരാജ്യമായ പാകിസ്ഥാൻ ചൈനയുടെ J-35AE സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ ഒരുങ്ങുന്നത് ഇന്ത്യക്ക് പ്രതിരോധ രംഗത്ത് അല്ലെങ്കിൽ പ്രതിരോധപരമായ ആശങ്കകൾ ഉയർത്താൻ ഇടയുണ്ട്. ഇത് മറികടക്കാൻ റഷ്യയുടെ ഓഫർ ഇന്ത്യക്ക് മുന്നിൽ ഒരു മാർഗമാണ് എന്നും, എന്നാൽ ഇന്ത്യയോട് ഇത്തരത്തിൽ ഇതിനോടായി തന്നെ ഇതുവരെ ഇന്ത്യ പ്രതികരിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത. എങ്കിലും റഷ്യൻ ഓഫർ ഇന്ത്യ കാര്യമായി തന്നെ പരിഗണിക്കുന്നുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഏകദേശം 40 Su-57 വിമാനങ്ങൾ വാങ്ങാൻ ഇന്ത്യ പദ്ധതി ഇടുന്നു എന്നതാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.